ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്കാണ്. ദേവസ്വം ബോർഡിലെ AO നിയമന വിവാദത്തിൽ ആരോപണ വിധേയർക്ക് സ്ഥാനമാറ്റം വന്നിരിക്കുന്നു. പുനഃപരിശോധിച്ച പുതിയ ഉത്തരവിലാണ് ഇവരെ മാറ്റിക്കൊണ്ടുള്ള പുതിയ തീരുമാനം വന്നിരിക്കുന്നത്. വിനേഷ് കുമാർ ചേരുകയാണ്. വിനേഷ്, വലിയ വിവാദമായ വിഷയമാണ്. മന്ത്രിയും ദേവസ്വം വകുപ്പും രണ്ട് തട്ടിൽ നിലപാടുകളെടുത്ത വിഷയമാണ്. ഇപ്പോൾ ആ സ്ഥാനമാറ്റം വന്നിരിക്കുന്നു ആരോപണ വിധേയർക്കല്ലേ? തീർച്ചയായും പുനഃപരിശോധിച്ച പുതിയ ഉത്തരവാണ് ഇപ്പോൾ അല്പസമയം മുമ്പ് പുറത്തിറങ്ങിയത്. ശ്യാം പ്രകാശിനെ കൊട്ടാരക്കര അസിസ്റ്റന്റ് ഓഡിറ്ററായി നിയമിച്ചു. ശ്യാം പ്രകാശിനെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ തസ്തികയിലായിരുന്നു നേരത്തെ നിയമനം. ഈ നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവാദമുണ്ടായിരുന്നു. ദേവസ്വം ബോർഡും ദേവസ്വം മന്ത്രിയും രണ്ട് തട്ടിലായിരുന്നു എന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയേണ്ട കാര്യം. ഇതിൽ ദേവസ്വം മന്ത്രിയുടെ ഒരു നിലപാട്, ശക്തമായ നിലപാടിനെ തുടർന്നാണ് ഈ മാറ്റം എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. വിജിലൻസ് ഓഫീസറായി നിയമിച്ച വിഷ്ണു ജയസിനെ മുണ്ടക്കയം അസിസ്റ്റന്റ് ദേവസ്വം കമ്മീഷണറായാണ് ഇപ്പോൾ മാറ്റിയിരിക്കുന്നത് എന്നാണ് ലഭിക്കുന്ന വിവരം. ഇതിലുള്ള ഉത്തരവിൽ അങ്ങനെയാണ് പറയുന്നത്. അതുപോലെ തന്നെ ഷീബ TS അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ തിരുവല്ലം ദേവസ്വം തിരുവനന്തപുരം ഗ്രൂപ്പ്, ഇവരെ തസ്തിക ഓഫീസ് എല്ലാം തന്നെ ഇവരത് സ്ഥലം മാറ്റി നിയോഗിച്ചിട്ടുണ്ട്. ഇവരെ കൊല്ലത്തേക്കാണ് മാറ്റിയിരിക്കുന്നത്, തിരുമുല്ലവാരം ദേവസ്വത്തിലേക്കാണ്. ഇങ്ങനെ ഇപ്പോൾ വന്നിരിക്കുന്നത് ഏകദേശം 26ഓളം ആളുകളുടെ നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഈ മാറ്റം വന്നിട്ടുള്ളത്, മാറ്റി നിയമിച്ചിരിക്കുന്നത്. ഈ നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വലിയ വിവാദങ്ങൾ നടന്നിരുന്നു. ഇതിൽ ദേവസ്വം ബോർഡ് ഒരു പക്ഷത്ത് നിന്ന് പറയുന്നു, എന്നാൽ അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് ദേവസ്വം മന്ത്രിയും പറഞ്ഞിരുന്നത്. എന്തായാലും വൈകിയാണെങ്കിലും മന്ത്രി ശക്തമായ നിലപാട് സ്വീകരിച്ചു. ദേവസ്വം മന്ത്രി അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ഉത്തരവ് പുറത്തിറങ്ങിയിട്ടുള്ളത്. ശരി, വിനേഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. ഇതിൽ നിയമനത്തിൽ പ്രശ്നമൊന്നുമില്ല, ചോദ്യം ചെയ്തു എന്നതുകൊണ്ട് അവരെ പരിഗണിക്കാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നുള്ളതൊക്കെയായിരുന്നു ദേവസ്വം പ്രസിഡന്റിന്റെ ഒക്കെ പ്രതികരണം വന്നത്. എന്തായാലും ഇപ്പോൾ ഇതാ ആ നിയമനം അത് മാറ്റിയിരിക്കുന്നു. അവരെ മാറ്റി നിയമിച്ചുകൊണ്ടുള്ള പുതിയ ഉത്തരവാണ് വന്നിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.